ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഏകദേശം ഒരു 3:30 മണിയായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞെഴുന്നേറ്റു, അവൾ കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ബ്രഷ് ചെയ്ത് വന്നതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പോൾ അതെൻ്റെ ശീലമാണ്. കാപ്പി വെക്കാൻ പോകുന്നതേ ഉള്ളൂ. കുഞ്ഞുറങ്ങുന്ന സമയത്ത് പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മോൾ എഴുന്നേറ്റാൽ മോൾ എഴുന്നേക്കും. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് കരച്ചിലായിരിക്കും. അപ്പോൾ ഞാൻ വേഗം തന്നെ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് വീട്ടിലെ പണികളൊക്കെ കുറച്ചൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഗ്യാസ് സ്റ്റവ് ഒന്ന് തുടച്ചതിന് ശേഷം ചായക്ക് വെള്ളം വെച്ചു. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കും കൂടി വെക്കാൻ പോവുകയാണ്. മോളും അതിലുള്ളതുകൊണ്ട് ഞാൻ പാകത്തിന് പഞ്ചസാര ഇടുന്നുള്ളൂ കേട്ടോ. എനിക്കിത് മതിയാവില്ല, ഞാൻ കുറച്ചും കൂടി മധുരം ഇട്ട് കുടിക്കും. അപ്പോൾ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ കുറുക്ക് അമൃതം പൊടി ഇട്ട് കൊടുത്തു. പിന്നെ പനം കൽക്കണ്ടവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഈ പൊടിയൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇട്ട് തീ കത്തിക്കോളൂ, അല്ലെങ്കിൽ അത് അടി പിടിക്കും, കട്ടയാവും. അപ്പോൾ ഇതേ നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് നേരം അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, അവിടെ ഒന്ന് തിളച്ച് കുറുകിക്കോളും. പിന്നെ അത് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കടലക്കറിയും ചപ്പാത്തിയാണ് കേട്ടോ. പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കടല വാങ്ങിയത്. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന തേങ്ങ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്ത് കേടായിട്ടുണ്ടാവില്ല, കുറച്ച് തേങ്ങ കേടായിപ്പോയി. അപ്പോൾ ഞാനത് മാറ്റി പുട്ടെന്നുള്ളത് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് കടലയിലോട്ട് ഒരു സവാളയും 2 പച്ചമുളകും കീറിയിട്ടു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ കാപ്പി ഒന്ന് കുടിച്ച് നോക്കട്ടെ, എനിക്ക് എന്താണെങ്കിലും മതിയാവില്ല. ഞാനിപ്പോൾ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കാപ്പി കുടിച്ചിട്ടോ. പിന്നെ അത് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്, അത് ഒച്ച ഉണ്ടാക്കാതെ പതുക്കെ തേച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പാത്രം തേക്കണതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പോയി കുഞ്ഞ് എഴുന്നേറ്റോ എന്ന് നോക്കാൻ പോകണം. എഴുന്നേറ്റാൽ അപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റ് ഇരിക്കാൻ നോക്കും കേട്ടോ. ഇന്നലെ രാത്രി ഊണ് കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊന്നും തേക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കുറച്ച് അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് തേച്ച് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സിങ്കിൽ വെച്ചാണ് കഴുകുന്നതെങ്കിൽ ഒരു ചെറിയ വെള്ളത്തിൽ ആദ്യം ഒരു പ്രാവശ്യം മുക്കി കഴുകിയെടുക്കും കേട്ടോ. പിന്നെ ആ വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നെ ഒരു ചെറിയ വെള്ളം കൂടി കൊണ്ടുവന്നിട്ട് വീണ്ടും ഒന്നും കൂടി ആ വെള്ളത്തിലും കൂടി മുക്കി കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതേ പാത്രം തേച്ച് കഴിഞ്ഞ് ഇനി കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് തുടച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതേ കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇതേപോലെ. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ പോവുകയാണ്. മിക്സിയിലിട്ടാണ് കേട്ടോ കുഴയ്ക്കുന്നത്. ഒരു പാക്കറ്റ് ആട്ട മേടിച്ചിട്ട് കുറച്ച് ദിവസം കേട്ടോ. റേഷൻ കടയിലെ ആട്ടയാണ്. അപ്പോൾ ഇതേ മിക്സിയിൽ പൊടി ഇട്ട് കൊടുത്തു. പൊടിയൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മാവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ചപ്പാത്തി മാവ് കുഴക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് ഞാനിപ്പോഴാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് നല്ലപോലെ മയപ്പെടുത്തി കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ മിക്സിയുടെ ജാറും അരിപ്പയും എല്ലാം അപ്പം തന്നെ കഴുകി വെക്കുവാണ്. അപ്പോൾ അത് കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് അരിച്ചിട്ട് ഒരു തൂപ്പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ കലവും അരിപ്പയും എല്ലാം അപ്പം തന്നെ കഴുകി വെക്കുവാണ്. പിന്നെ അത് കുറുക്ക് എടുത്ത തൂപ്പാത്രം വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുവാണ് കേട്ടോ, ചൂടാകാനായിട്ട്. പിന്നെ കാപ്പി കുടിച്ച ഗ്ലാസും കഴുകാനുണ്ടാകും, അതും കഴുകി വെച്ചു.
അപ്പോൾ അതേ കുഞ്ഞ് എഴുന്നേറ്റിട്ടില്ല കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ, കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ട്. നല്ല ഡ്രസ്സ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ വേഗം അതൊന്ന് വാഷ് ചെയ്തെടുക്കുവാണേ. പിന്നെ ഫ്രണ്ടിൽ കൊണ്ടേ വിരിക്കുവാണ് കേട്ടോ. ഇത് കടല വെന്തിട്ടുണ്ട്, അപ്പോൾ അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തുണി വിരിക്കാൻ പോവുകയാണ്. 5 മണി ആയിട്ടുള്ളൂ കേട്ടോ, വെട്ടം വെച്ചിട്ടില്ല. അപ്പോൾ വേഗം തുണിയൊക്കെ വിരിച്ച് പിന്നെ ഫ്രണ്ടിൽ തിണ്ണി ഒന്ന് കഴുകണം കേട്ടോ, പിന്നെ ചെടി നനക്കണം, അതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. കുഞ്ഞെണീറ്റാൽ അപ്പം തന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തും. അപ്പോൾ ഇതേ ചെടിയും നനച്ചു, നമ്മൾ തിണ്ണയും കൂടി ഒന്ന് കഴുകി വന്നപ്പോഴേക്കും കുഞ്ഞ് കറക്റ്റായിട്ട് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ നമ്മൾ എഴുന്നേറ്റിട്ട് ചപ്പാത്തി പരത്തണം, കടല താളിക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇന്ന് കളിച്ചു, പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. കുഞ്ഞ് ഉറങ്ങിക്കഴിയുമ്പോൾ ഞാനും കിടന്ന് ഉറങ്ങും. അപ്പോൾ കുറേ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുറിയൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി കടല താളിക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. മോനാണെങ്കിൽ ടി വിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോള് നിന്നിട്ടുണ്ടാകുന്ന കുഞ്ഞെ അവളേപ്പിച്ചിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോകുന്നു. ചപ്പാത്തി പരത്തിയെടുത്തു, എന്നിട്ട് കടലയും താളിക്കണം. ചപ്പാത്തി പകുതി പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ, അതിന് ചുട്ടെടുത്തിട്ട് വേണം ബാക്കിയുള്ളത് പരത്താനായിട്ട്. അപ്പോൾ അത് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കടല താളിക്കാൻ പോവാണ്. ചപ്പാത്തി ചുടുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഇത് ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. കടുക് പൊട്ടി വന്നപ്പോഴേക്കും കുറച്ച് കടല ഇട്ട് കൊടുത്തിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടി മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ കടല കുറച്ചിട്ടിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എത്രയും ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഗരം മസാല ലാസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. കടല നല്ലപോലെ കുറേ വിസിലെടുത്തിട്ടുണ്ടാകുന്നതുകൊണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കടലക്കറിയും ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. കാപ്പി നേരത്തെ വെച്ചതാണല്ലോ, അതൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയമല്ലേ വെച്ചിട്ട്, അപ്പോൾ അത് ആറിപ്പോയി, അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു സ്റ്റവിൽ അരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം കൂടി ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാനും ചപ്പാത്തിയും കടലക്കറിയും കൂട്ടി കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ മോർണിംഗ് കിച്ചൺ വ്ലോഗ്. അപ്പോൾ ഓക്കെ, ബൈ.